വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മഹാഭാരതത്തിൽ ഒരു ചെറിയ ഭാഗം ധർമ്മം എന്താണ് എന്നൊരു ചെറിയ ഭാഗം. മഹാഭാരത ചോദ്യോത്തരങ്ങളിൽ ഒരു ശിഷ്യൻ ചോദിച്ചു, ഇപ്പോ ശകുനി, കർണൻ ഇതുപോലത്തെ വ്യക്തികളെല്ലാം എന്ത് തെറ്റാണ്, എന്ത് വലിയ തെറ്റാണ് ചെയ്തത് പാണ്ഡവര് ചെയ്യാത്തത്? ഓരോ വ്യക്തിയുടെ കഥാപാത്രം നമുക്ക് വളരെ ആഴത്തിൽ ആരാഞ്ഞു നോക്കിയാലും അവരും ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ എന്തെങ്കിലും ന്യായീകരണമുണ്ടാകും. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ഇപ്പം നമ്മളെ ഭക്തരൊക്കെ ഉണ്ട്. തെറ്റേ ചെയ്യാത്ത ഒരു വ്യക്തി എന്ന് നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാവരും ചെറുതും വലുതുമായി തെറ്റ് ചെയ്തവരാണ്. പിന്നെ ചിലർക്ക് വളരെ മിടുക്കുണ്ട്. അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാനുള്ള കഴിവുള്ള ചിലരുണ്ട്. അവരങ്ങ് രക്ഷപ്പെടും. കഴിവില്ലാത്തവർ ശിക്ഷിക്കപ്പെടും. അതാണ് ലോകം. അപ്പോൾ ഇങ്ങനെ ചർച്ചയുടെ ഇടയ്ക്ക് ശകുനിയുടെ വർത്തമാനം വന്നു. ശകുനിക്ക് വന്ന് ആദ്യം മുതലേ തൻ്റെ സർവത്ര കഴിവുമുള്ള സഹോദരിയെ ഗാന്ധാരിയെ അന്ധനായ ധൃതരാഷ്ട്രക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ താല്പര്യമില്ല. കാരണം ഗാന്ധാരി സർവശ്രേഷ്ഠയാണ്. രാജനീതി, പിന്നെ ക്ഷത്രിയധർമ്മം, സ്ത്രീധർമ്മം എല്ലാം അറിയാവുന്ന ഒരു ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയാണ് ഗാന്ധാരി. പക്ഷെ ഭീഷ്മര് ചോദിച്ചു, ധൃതരാഷ്ട്രയെ വിവാഹം കഴിക്കുമോ? ധൃതരാഷ്ട്ര അന്ധനാണല്ലോ. അപ്പോൾ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനിക്ക് ഇത് ഒട്ടുമേ ഇഷ്ടമല്ല. ഭീഷ്മരെ പോലെ ഇത്രയും ഉയർന്ന ഒരു മഹത് വ്യക്തി ചോദിച്ചപ്പോ ഗാന്ധാരി അങ്ങ് പൂർണ്ണ ഹൃദയത്തോട് സമ്മതിച്ചു. പക്ഷേ ശകുനിക്കത് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ രണ്ടാമത് വേറെ ഒരു വഴക്ക് നടന്ന കൂട്ടത്തില് കൗരവരെന്ത് ചെയ്തു? ശകുനിയുടെ സർവത്ര സഹോദരന്മാരെയും എല്ലാം പിടിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിച്ചു വെച്ചു. അങ്ങനെ ശകുനിക്ക് തൻ്റെ ബന്ധുക്കൾ ഒരുപാട് നഷ്ടപ്പെട്ടു. അപ്പൊ ശകുനി ഒരു ശപഥമെടുത്തു, ഞാൻ കുരുവംശത്തിനെ മുഴുവനും അങ്ങ് നശിപ്പിക്കും. എൻ്റെ സഹോദരിയെ ഒരു അന്ധനായ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്തുമാത്രം ക്രൂരത! എൻ്റെ സഹോദരന്മാരെ എല്ലാം കൊന്നു.
അല്ലെങ്കിൽ തോൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ കൗരവ സദസ്സിനെ അല്ലെങ്കിൽ കൗരവ വംശത്തിനെ ഉന്മൂലനം ചെയ്യും എന്ന് ശപഥമെടുത്തു. അപ്പൊ ഗുരു പറഞ്ഞു, ശകുനി തെറ്റാണ്. ഉടനെ ശിഷ്യൻ ചോദിച്ചു, കൃഷ്ണ ഭഗവാൻ ചെയ്യാത്തത് എന്താണ് ശകുനി ചെയ്തത്? ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ പാണ്ഡവർക്ക് അത്രയും വിഷമമായി. എന്നാൽ ശകുനിയുടെ സഹോദരിയായ ഗാന്ധാരിയെ ഒരു അന്ധന് വിവാഹം കഴിച്ചു കൊടുത്തത് നേരാണോ? അതേപോലെ ദുര്യോധനന്റെ 100 സഹോദരന്മാർ, അതിൽ തെറ്റ് ചെയ്തവരുമുണ്ട്, വികർണനെ പോലെ തെറ്റ് ചെയ്യാത്തവരുമുണ്ട്. എല്ലാവരെയും ഭഗവാൻ കൊന്നില്ലേ? അപ്പോൾ ഗുരു മനോഹരമായ ഒരു ഉത്തരം പറഞ്ഞു. ധർമ്മത്തിനെ ഒരിക്കലും ശരിയും തെറ്റും എന്ന കണ്ണിൽ കാണരുത്. ഈ ശരിയും തെറ്റും എന്ന കണ്ണിൽ കണ്ടാൽ ഒരിക്കലും ഇതിനൊരു അന്തമില്ല. ഒരു കള്ളൻ പോലും എന്ത് പറയും? ഞാൻ മോഷ്ടിക്കുന്നത് എൻ്റെ കുടുംബ സംരക്ഷണത്തിനാണ് എന്ന് പറയും. ആ കള്ളന്റെ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ശരിയായിരിക്കും. എനിക്ക് ജീവിക്കാൻ ഒരു വകയുമില്ല, ഭാര്യയും സന്താനങ്ങളെയും സംരക്ഷിക്കണം. ഞാൻ ഒരു ധനാഢ്യന്റെ വീട്ടിലല്ലേ മോഷണം ചെയ്തത്? ഇത്രയും സമ്പത്തുള്ള ഒരാൾക്ക് ഒരു ശകലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്താ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ആ പൈസ കൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നൊരു കള്ളന് പോലും ഒരു ന്യായീകരണം ഉണ്ടാകും. ഇപ്പോൾ പണമുള്ളവർ എത്രയോ പണം പാഴാക്കുന്നുണ്ട്. പക്ഷെ അതുപോലും കിട്ടാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഭക്ഷണം പാഴാക്കും. എത്രയോ വീട്ടുകളിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം പാഴാക്കും. പക്ഷെ അത് കിട്ടിയാൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് പാഴാക്കുന്ന വീട്ടിലിരുന്ന് ഞാൻ മോഷ്ടിച്ച് ജീവിക്കുന്ന വീട്ടിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയല്ല. കള്ളന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും, എന്നാൽ അത് നേരല്ല. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറയുന്നോ അതാണ് ധർമ്മം. ശരിയും തെറ്റും എന്ന കാഴ്ചപ്പാടിൽ നോക്കാൻ പാടില്ല. ചില സമയം രണ്ട് ഭക്തർ തമ്മിൽ വഴക്കാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ രണ്ടുപേരും പറയും, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം, തെറ്റ് ചെയ്തത് മറ്റേ വ്യക്തിയല്ലേ, അദ്ദേഹം വന്ന് ആദ്യം മാപ്പ് പറയട്ടെ എന്നൊക്കെ നമ്മൾ വാശിക്ക് പിടിക്കും. ഭാര്യ പറയും ഭാര്യ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഭർത്താവ് പറയും ഭർത്താവ് ചെയ്തതെല്ലാം ശരിയാണ്. അവിടെ ഉത്തരം ഭാര്യ ശരിയാണോ ഭർത്താവ് ശരിയാണോ എന്നല്ല, ആര് ആദ്യം വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ശ്രേയസ്സായ സന്താനങ്ങളുണ്ടാകും. അതാണല്ലോ കുടുംബത്തിൻ്റെ ലക്ഷ്യം. ലോകത്തിന് നന്മ വരുത്തുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ ഏത് ശരി ഏത് തെറ്റെന്നുള്ളതല്ല കാര്യം, ഭഗവാൻ എന്ത് പറഞ്ഞു അതാണ്. നമ്മുടെ പുരാണങ്ങൾ പ്രവചിക്കുന്നുണ്ട്, ഇനി കലികാലം അങ്ങോട്ട് വർദ്ധിക്കും തോറും 2 കൂട്ടം ജനങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്ന് നാമം ജപിക്കുന്നവർ, ഇനിയൊന്ന് നാമം ജപിക്കാത്തവർ. കാരണം ശാസ്ത്രങ്ങൾ പ്രവചിക്കുന്നുണ്ട്, കലികാലത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലാകുമ്പോൾ
നാമം ജപിക്കുന്നവരും തെറ്റുകുറ്റങ്ങൾ ചെയ്യും. എനിക്കതൊക്കെ ആദ്യ അത്ഭുതമായിരുന്നു. ഇവരെങ്ങനെയാ നാമം ജപിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? ദിവസവും 16 മാല ഹരേ കൃഷ്ണ ജപിച്ചിട്ട് ഇവരെങ്ങനെയാ വഴക്കുണ്ടാക്കുന്നത്? 16 മാല ജപവും ചെയ്തിട്ട് ഇവരെങ്ങനെയാ കള്ളം പറയുന്നത്? ആദ്യം അതൊക്കെ അത്ഭുതമായി തോന്നി. ഇപ്പൊ ഞാൻ തന്നെ അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു അത്ഭുതവും ഇല്ല. നമുക്ക് ഭയങ്കര ഒരു ഷോക്കായിരിക്കും, ഇവരെങ്ങനെയാ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ കലികാലം വർദ്ധിക്കും തോറും ഭക്തരിലും അധപ്പതനമുണ്ടാകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. എല്ലാ വേണ്ടാത്തനവും ചെയ്യും, പക്ഷെ നാമം ജപിക്കും. അങ്ങനെയും ചില കൂട്ടരുണ്ടാകും. അപ്പൊ കലിപുരുഷൻ അല്ലെങ്കിൽ കൽക്കി പുരുഷനൊക്കെ വരുന്ന സമയത്ത് കൽക്കി അവതാരം വേറെ ഒന്നും നോക്കില്ല, ഒറ്റ കണ്ടീഷൻ: നാമം ജപിച്ചോ ഇല്ലേ. നമുക്ക് വേണമെങ്കിൽ അവിടെ തർക്കിക്കാം, നാമമൊക്കെ ജപിച്ചു, പക്ഷെ അയാളെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. കൽക്കി അതൊന്നും നോക്കത്തില്ല. നാമം ജപിച്ചോ ഇല്ലേ, രണ്ടേ കൂട്ടരും. ഒരു വശത്ത് നാമം ജപിക്കുന്നവർ, ഇനി ഒരു വശത്ത് നാമം ജപിക്കാത്തവർ. നാമം ജപിക്കാത്തവരെല്ലാം കൽക്കി അവതാരം ഉന്മൂലനം ചെയ്യും. അപ്പൊ അങ്ങനെ ആരും കാണില്ലെന്നാ പറയുന്നത്. കലികാലം അങ്ങോട്ട് പോകുമ്പോൾ മൂർധന്യ അവസ്ഥയിലാകുമ്പോൾ ശരിയും തെറ്റും എല്ലാം തെറ്റായിരിക്കും. പക്ഷെ ഭഗവാൻ കലികാലത്തിൽ എന്ത് ചെയ്തു? മറ്റു ഒരു യുഗത്തിലും നിക്ഷേപിക്കാത്ത ശക്തി ഹരിനാമത്തിൽ കലികാലത്തിൽ നിക്ഷേപിച്ചു. മുൻപത്തെ യുഗങ്ങളിൽ ഭഗവാൻ കുറച്ച് ശക്തി ഹരിനാമത്തിൽ, കുറച്ച് ശക്തി യജ്ഞഹോമാദികളിൽ, കുറച്ച് ശക്തി ക്ഷേത്രാരാധനയിൽ, കുറച്ച് ശക്തി തപസ്യയിൽ, എല്ലാത്തിലും കുറച്ച് ശക്തി നിക്ഷേപിച്ചു. കലികാലത്തിൽ എന്ത് ചെയ്തു ഭഗവാൻ? യജ്ഞഹോമാദികളുടെ ശക്തി, തപസ്യയുടെ ശക്തി, ഈവൻ ക്ഷേത്രാരാധനയുടെ ശക്തി എല്ലാം എടുത്ത് എതിനകത്താ നിക്ഷേപിച്ചിരിക്കുന്നത്? ഹരിനാമത്തിൽ. അതുകൊണ്ട് ഹരിനാമവും കൃഷ്ണ ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മുന്നിലുണ്ട്, പിന്നെ നമ്മൾ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കലികാലത്തിൽ നാമജപം എല്ലാത്തിലും പ്രധാനമാണ്. നാമം ജപിക്കുന്നവർ ദേവന്മാർക്ക് സമാനമാണ്. അതുകൊണ്ട് നാമം നല്ലോണം ജപിക്കണം. ജപിക്കുന്നവരെടുത്ത് വഴക്കിടാനും പാടില്ല. ആ ജപിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യണം? കുതിരയുടെ കണ്ണിലൊരു സാധനം ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ സൈഡ് നോക്കി അങ്ങ് പോകുക. ആരെങ്കിലും വന്ന് പറയും, ഗോകുലപതി ഗോവിന്ദപ്രഭു ഇങ്ങനെ പറഞ്ഞല്ലോ, ഉടനെ നമ്മൾ പറയണം ഹരേ കൃഷ്ണ. ആരാ അത്? എനിക്കറിയില്ല. ഒറ്റ പോക്ക്. നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണ്, കഴിവുള്ള ആളാണെന്ന് പറഞ്ഞ് അടുത്തവരുടെ ജീവിതത്തിൽ ശരിയും തെറ്റും ഒക്കെ നോക്കാൻ പോയാൽ ആ കുതിരകളൊക്കെ പോവും, നമ്മൾ അവിടെ നിന്ന് പോകും. അപ്പോൾ ഭഗവാൻ നാമത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നാമം ജപിക്കുന്നവർ ദേവന്മാർക്ക് സമാനമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ സൗഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നാമം കിട്ടിയത്, ജപിക്കാൻ സാധിച്ചത്. ജപിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ആശംസകൾ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.